ഹൂശ 10 അധ്യായം 1 മുതൽ 7 വരെ തിരുവചനങ്ങൾ. ബാരക്കുമോർ. ഇസ്രായേൽ പടർന്നിരിക്കുന്ന ഒരു മുന്തിരിവള്ളിയാകുന്നു. അവനായി ഫലം കായ്ക്കുന്നു. തൻ്റെ ഫലത്തിൻ്റെ ബഹുത്വത്തിന് തക്കവണ്ണം അവൻ ബലിപീഠങ്ങളെ വർദ്ധിപ്പിച്ചു. തൻ്റെ ദേശത്തിൻ്റെ നന്മയ്ക്ക് തക്കവണ്ണം അവർ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി. അവരുടെ ഹൃദയം ഭിന്നിച്ചിരിക്കുന്നു. ഇപ്പോൾ അവർ കുറ്റക്കാരായിത്തീരും. അവൻ അവരുടെ ബലിപീഠങ്ങളെ ഇടിച്ചു കളയുകയും അവരുടെ വിഗ്രഹങ്ങളെ കവർച്ച ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ അവൻ നമുക്ക് രാജാവല്ല, നാം ദൈവത്തെ ഭയപ്പെടുന്നില്ലല്ലോ. രാജാവ് നമ്മോട് എന്തു ചെയ്യും എന്ന് പറയും. അവർ വ്യർത്ഥവാക്കുകൾ സംസാരിച്ചു, ഉടമ്പടികൾ ലംഘിച്ചു. അതുകൊണ്ട് ന്യായവിധി ഉഴുത വയലിലെ ചെടി പോലെ മുളച്ചു വരുന്നു. ശമര്യ നിവാസികൾ ബേത്ത് ആവനിലെ കാളക്കുട്ടിക്ക് വിധേയരാകും. അതിൽ സന്തോഷിച്ച അതിലെ ജനവും അതിൻ്റെ പുരോഹിതന്മാരും വിട്ടുപോയ അതിൻ്റെ മഹത്വത്തെ ഓർത്ത് വിലപിക്കും. വിജയിയായ രാജാവിന് ആസൂറിലേക്ക് കാഴ്ചകൾ അവർ കൊണ്ടുപോകും. എഫ്രൈം ലജ്ജ പ്രാപിക്കും. ഇസ്രായേൽ തൻ്റെ ആലോചനയെ ഓർത്ത് ലജ്ജിക്കും. ശമര്യയോ അതിൻ്റെ രാജാവ് വെള്ളത്തിലെ പത പോലെ നശിച്ചു പോകും. ദൈവമേ, ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് നിന്റെ മുഖം തിരിച്ച് ഞങ്ങളുടെ അതിക്രമങ്ങളെയെല്ലാം മായ്ച്ചു കളയണമേ. ആമേൻ.